പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡിസംബർ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കും. ഇനി ഡിസംബർ 11 എറണാകുളം മുതൽ അങ്ങേറ്റം വരെയുള്ള ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ. ഞാൻ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതുചിത്രത്തെക്കുറിച്ചിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ആർക്കായിരിക്കും എന്നത് സംബന്ധിച്ച് എൻ്റെ ഒരു വിശകലനം ഞാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് വ്യാപകമായിട്ടുള്ള അംഗീകാരങ്ങൾ കിട്ടിയത് വലിയ തോതിൽ ആളുകൾ അത് കണ്ടു. ആ വീഡിയോയിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഒരു വിശകലനാത്മകമായി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വിഷയം അതുതന്നെയാണ്. പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താണ്? വോട്ടെടുപ്പിന് ശേഷമാണ് ഞാൻ ഈ വിശകലനം ഇന്ന് നടത്തുന്നത്. അതാണ് വ്യത്യാസം. വിഷയം ഒന്ന് തന്നെ. ഒരു വിശകലനം നടത്തിയത് വോട്ടെടുപ്പിന് മുമ്പ്, ഒരു വിശകലനം നടത്തിയത് ഒരു വിശകലനം നടത്താൻ പോകുന്നത് വോട്ടെടുപ്പിന് ശേഷം. ഇതാണ് വ്യത്യാസം. പക്ഷെ മാറ്റമില്ല എന്ന് ഞാൻ നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വോട്ടെടുപ്പിന് മുമ്പ് ഞാൻ എന്താണോ നിരീക്ഷിച്ചത് അതേ നിരീക്ഷണം തന്നെയാണ് വോട്ടെടുപ്പിന് ശേഷവും എനിക്കുള്ളത് എന്ന് പറയാനാണ്. അതായത് വോട്ടെടുപ്പിന് മുമ്പ് ഞാൻ നടത്തിയ നിരീക്ഷണത്തിലും UDFന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ വോട്ടെടുപ്പിന് ശേഷം എനിക്ക് വാർഡ് തലങ്ങളിൽ നിന്ന് കിട്ടിയ വിശദാംശങ്ങൾ പരിഗണിച്ചും പൊതു രാഷ്ട്രീയ സ്ഥിതി ഒക്കെ പരിഗണിച്ചും വോട്ടെടുപ്പിന് മുമ്പ് ഞാനെത്തിയ അതേ നിരീക്ഷണത്തിൽ തന്നെ വോട്ടെടുപ്പ് കഴിയുമ്പോഴും ഞാൻ എത്തുകയാണ്. എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ UDFന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ലഭിക്കും എന്നല്ല ഞാൻ പറയുന്നത്, സാധ്യതകളുണ്ട് എന്നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഡ് തലങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വാർഡ് തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പൊതുവിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുണ്ട്. നമുക്കറിയാം, 3 മുന്നണികളാണ് ശക്തമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് UDF, ഒന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള NDA, ഒന്ന് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ ഒരു ത്രികോണ മത്സരം എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം നമുക്ക് കിട്ടിയ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, CPMൻ്റെ വോട്ടർമാരുടെ നിന്നും ഒരു വലിയ ഒരു നിർജീവത, CPMൻ്റെ വോട്ടർമാരുടെ നിന്ന് ഒരു വലിയ അനാസ്ഥ, CPMരുടെ വോട്ടറിൽ നിന്ന് ഒരു ആവേശക്കുറവ് വളരെ പ്രകടമായിരുന്നു എന്നാണ് നമുക്ക് താഴെത്തട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അവരുടെ ഈ പറഞ്ഞ പോലെ ബൂത്തിന് ചുറ്റുമുള്ള അവരുടെ കൗണ്ടറുകളിലുള്ള ആളുകൾ, അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവരുടെ ഇടയിൽ ഒരു താല്പര്യക്കുറവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതാണ് എനിക്ക് പല കോർപ്പറേഷൻ്റെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മേഖലകളിൽ ഞാൻ അന്വേഷിച്ചപ്പോഴുമൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം അതാണ്. അത് സ്വാഭാവികമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, രാഷ്ട്രീയ കാലാവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരാണ്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം, എന്തിനു പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു പൊതുജന വികാരം, സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരം, അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ അതിഭീകരമായിട്ടുള്ള അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള ഒരു വികാരം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ CPMൻ്റെ അണികളുടെ ഇടയിൽ നിന്ന് വലിയൊരു നിർജീവത പ്രകടമായിരുന്നു എന്നാണ് വിവിധ കോണുകളിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ന്യായമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു.
ഇപ്പോൾ CPM കാരെ സംബന്ധിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ എനിക്ക് തോന്നുന്നു 2000 മുതൽ CPM ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടി മേയറായിരുന്നു, അതിനുശേഷം ജയൻ ബാബു മേയറായിരുന്നു, അത് കഴിഞ്ഞൊരു ചന്ദ്ര മേയറായിരുന്നു, അത് കഴിഞ്ഞൊരു ജെ ചന്ദ്രിക മേയറായിരുന്നു, അത് കഴിഞ്ഞ് VK പ്രശാന്ത് മേയറായിരുന്നു, അതിനുശേഷം ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നു. അപ്പോൾ 6 മേയറന്മാർ ഈ പറഞ്ഞ 25-30 വർഷത്തിനിടയിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണകാലാവധിയിലൊന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയാം. അതിഭീകരമായിട്ടുള്ള അഴിമതിയാണ് നടന്നതെന്നുള്ളത് നമുക്ക് കണ്ണു തുറന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം CPMന്റെ അണികൾക്ക് CPMന് വോട്ട് ചെയ്യാനുള്ള ഒരു മടി വളരെ പ്രകടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരിൽ വലിയൊരു ശതമാനം ആളുകൾ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. വന്നവർ തന്നെ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് ഒരു 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 താല്പര്യക്കുറവ് വളരെ പ്രകടമായി. ഈ രണ്ടാമത് നമ്മൾ BJP എടുക്കൂ. BJPയെ സംബന്ധിച്ചിടത്തോളം BJP അധികാരത്തിൽ വരും എന്നുള്ള നിലയിലാണല്ലോ ചർച്ചകൾ മുഴുവൻ പോയി. കാരണം കഴിഞ്ഞ 35 കൗൺസിലർമാർ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അധികാരത്തിൽ വരും എന്നുള്ള നിലയിലൊക്കെയുള്ള പ്രചരണങ്ങളാണ് നടന്നതെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും അടിത്തട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു സജീവത ഉണ്ടായിരുന്നു എന്നുള്ള സംശയം വ്യാപകമാണ്. അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ 2-3 പേർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ നേതാക്കന്മാർ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ ഇടയിൽ തന്നെയുള്ള വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു പ്രകടനമല്ലാതെ താഴെത്തട്ടിലേക്ക് അത് പോയിട്ടുണ്ടോ എന്നുള്ള സംശയവും വ്യാപകമാണ്. അവരുടെ ഇടയിലുള്ള വിഭാഗീയത. എന്നോടൊരു പ്രധാനപ്പെട്ട ആൾ പറഞ്ഞത് പണവും പടവുമായിരുന്നു അവിടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. പടം എന്ന് പറഞ്ഞാൽ മോഡിയുടെ പടം, നരേന്ദ്രമോദിയുടെ പടം. പിന്നെ പണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ജയിക്കില്ലെന്നുള്ള സ്ഥാനാർത്ഥിക്ക് പോലും 2-3 ലക്ഷം രൂപ വീതം കൊടുത്തിരുന്നു. എൻ്റെയൊക്കെ വീടിനടുത്തുള്ള ഹോർഡിംഗ് കണ്ടാൽ അയാളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വെക്കുന്ന നിലയിലുള്ള വലിയ ഹോർഡിങ്ങുകളും വലിയ പണത്തിന്റെ പുളപ്പായിരുന്നു കാണാൻ കഴിയും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പ്രവർത്തനം ഒരു മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് എത്തിയോ എന്നുള്ള സംശയം വ്യാപകമാണ്. എന്നാൽ മറുഭാഗത്തെ UDFനെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? UDFന് പല അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പൊളിറ്റിക്കലായി ഒരുപാട് അഡ്വാൻറ്റേജസ് അവർക്കുണ്ടായിരുന്നു. ഈ ശബരിമല കൊള്ളയായിക്കോട്ടെ, ജനവിരുദ്ധതയായിക്കോട്ടെ, അതൊക്കെ അവർക്ക് ആണ് ഗുണം ചെയ്തുകൊണ്ടിരിക്കും. അവർ ഒറ്റക്കെട്ടായിട്ടാണ് ഇത്തവണ പ്രവർത്തിച്ചത്. 2020 10-25 വാർഡിൽ റിബൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ റിബൽ ഉണ്ടായിരുന്നില്ല. ഇത്തവണത്തെ അവരുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് K മുരളീധരൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് കൊടുത്ത നിസ്തുലമായിട്ടുള്ള നേതൃത്വമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ K മുരളീധരൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഞാൻ പിന്നോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് K മുരളീധരൻ നൽകിയ ഒരു നിസ്തുലമായിട്ടുള്ളൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം വലിയ തോതിൽ അവർക്ക് ഗുണം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു പ്രചരണ യാത്ര 101 വാർഡുകളിൽ 101 വാർഡുകളിലും അദ്ദേഹം എത്തി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വലിയ തോതിലുള്ള പങ്ക് അദ്ദേഹം വഹിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം, ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു നേതൃത്വം, റിബലുകളില്ലാത്ത ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 101 സ്ഥാനാർത്ഥികളെയും വാർഡ് തലത്തിൽ തന്നെ തിരഞ്ഞെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ കംപ്ലീറ്റ് റിബലുകളായിരുന്നു. ഇത്തവണ റിബൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നുള്ളത് ഒരു ഗുണം. മുരളീധരൻ്റെ നേതൃത്വം ഒരു ഗുണം. രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു ഗുണം. പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് അടിത്തട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്ന് ഇത്തവണ പ്രവർത്തിച്ചു. അതൊരു പക്ഷേ അവർക്ക് ഇനി ഈ തോറ്റു കഴിഞ്ഞാൽ രക്ഷയില്ല എന്നുള്ളത് കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും അടിത്തട്ടിൽ ഏക മനസ്സോടുകൂടിയുള്ള പ്രചരണമാണ് അവർ നടത്തിയത്. അത് ഒരു ഗുണം. അതുപോലെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി K ശബരിനാഥൻ വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. തിരുവനന്തപുരത്തെ മിഡിൽ ക്ലാസ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യനായിട്ടുള്ള മേയർ സ്ഥാനാർത്ഥി K ശബരിനാഥനാണ്. CPMന്റെ ആരാണെന്ന് പോലും നമുക്കറിയില്ല. BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പറയുന്ന ഒരു DGP ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വനിതയാണ്. അവർ ഇന്നലെ രാഷ്ട്രീയത്തിൽ വന്നവരാണ്. അവർ K ശബരിനാഥൻ ആയിട്ടൊന്നും ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. K ശബരിനാഥൻ വിദ്യാസമ്പന്നനായിട്ടുള്ള മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ,
2 തവണ MLA ആയിരുന്ന ഒരു നേതാവ് ജി കാർത്തികേയൻ്റെ മകൻ. അപ്പോൾ ആ നിലയിൽ തിരുവനന്തപുരംകാർക്ക് ഏറ്റവും കൂടുതൽ അംഗീകാര യോഗ്യമായിട്ടുള്ള ഒരു മേയർ സ്ഥാനാർത്ഥി ആയിരുന്നു ശബരിനാഥ്. ഇതൊക്കെ അവർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങൾ, ഗുണങ്ങൾ, മെച്ചങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി വൈസ് എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ട് ഒറ്റക്കെട്ടായി UDF കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്കരുടെ ആ വിഭാഗത്തിൻ്റെ വോട്ട് അവിടെയൊക്കെ ഈ മുരളീധരൻ ജാഥയൊക്കെ ആയിട്ട് ചെന്നപ്പോഴത്തേക്കും വലിയ തോതിൽ പിന്തുണ അവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് വലിയതുറ, ഭീമാപ്പള്ളി, പൂന്തുറ, വിഴിഞ്ഞം മണ്ഡലത്തിലെ ഹാർബർ വാർഡ് അവിടെയൊക്കെ ഈ മുരളീധരൻ്റെ യാത്രയിൽ വളരെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ മേഖലയിലെ ഏതാണ്ട് 6ഓളം വാർഡുകളിൽ കോൺഗ്രസിന് വലിയ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് ഒറ്റക്കെട്ടായി കിട്ടാനുള്ള സാധ്യത, ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ ഉള്ള സാധ്യത. അതുപോലെ തന്നെ കണ്ട വേറൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് പല വാർഡുകളിലും കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു മത്സരം. CPM വളരെ പ്രകടനപരമായി തന്നെ പുറകോട്ട് പോയ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. പല മണ്ഡലങ്ങളിലും കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു മത്സരം. അതായത് VV രാജേഷ് എന്ന് പറഞ്ഞ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്ന കൊടുങ്ങന്നൂരിലടക്കം കോൺഗ്രസ് ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു നമുക്ക് വിവരം കിട്ടുന്നു. ഒട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടുന്ന കവടിയാറ്, കിണവൂര്, മുട്ടട, വാഴോട്ടുകോണം, നാലാഞ്ചിറ, ചെട്ടിവിളാകം, കുടപ്പനക്കുന്ന്, കാച്ചാണി എന്നീ വാർഡുകളിലൊക്കെ കോൺഗ്രസ് വലിയ തോതിൽ മുന്നിലാണ് നമ്മൾ വെച്ചത്. കൊടുങ്ങന്നൂര്, കേശവദാസപുരം, നെട്ടയം, കാഞ്ഞിരംപാറ, പാങ്ങോട്, അമ്പലമുക്ക്, നന്ദൻകോട് എന്നീ വാർഡുകളിലും കോൺഗ്രസ് ജയിച്ചാൽ അത്ഭുതമില്ലെന്നാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പാളയം, കഴക്കൂട്ടം, സൈനിക സ്കൂൾ വാർഡ്, പേട്ട, വഞ്ചിയൂര്, ജഗതി, ഉള്ളൂര്, ഗൗരീശപട്ടം, വഴുതക്കാട് അവിടെയൊക്കെ കോൺഗ്രസിന് വിജയസാധ്യത കൽപ്പിക്കുന്നുണ്ട്. കുറവൻകുണത്തെ RSP സ്ഥാനാർത്ഥിയും ഈ എടവക്കോട് വാർഡിലെ CMP സ്ഥാനാർത്ഥിയും ഒക്കെ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വിവരം കിട്ടുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ വലിയ മുന്നേറ്റം അതങ്ങനെ. ഇനി കഴക്കൂട്ടത്തേക്ക് വന്നാൽ കഴക്കൂട്ടത്ത് 2020 23 വാർഡുള്ളത് 22 വാർഡുള്ളതിൽ 3 സ്ഥലത്താണ് UDF ജയിച്ചത്. എന്നാൽ ഇത്തവണ കഴക്കൂട്ടത്ത് 28 വാർഡുണ്ട്. ആ 28 വാർഡിൽ ഒരു 10-12 വാർഡുകളിലെങ്കിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. ഇപ്പോൾ ചന്തവിള എന്ന് പറഞ്ഞ വാർഡ്, അതുപോലെ ഉള്ളൂര്, ആക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള വാർഡ്, കാര്യവട്ടം, കുളത്തൂര് പറയുന്ന സ്ഥലം, അലത്തറ എന്ന് പറയുന്ന സ്ഥലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഞാണ്ടൂർക്കോണം എന്ന് പറയുന്നിട്ടുള്ള വാർഡ്, അങ്ങനെ ഒരുപാട് വാർഡുകളിൽ കോൺഗ്രസിന് കഴക്കൂട്ടം മണ്ഡലത്തിലും മുന്നേറ്റം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ മുന്നേറ്റത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPMന്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിൽ BJPക്ക് പോയെങ്കിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് CPMൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ ഇത്തവണ UDFലേക്ക് ചായാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ഞാൻ ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടി എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുധാരണയിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ പോലും അത്ഭുതമില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഞാനിപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട എൻ്റെ സുഹൃത്തൊരു നേതാവായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു 50-ൽ കൂടുതൽ സീറ്റൊന്നും വേണ്ട കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഭരണം പിടിക്കാൻ. 34 മുതൽ 40 വരെ സീറ്റ് കിട്ടിയാൽ മതി. ഒരു 40 സീറ്റ് കിട്ടിയാൽ CPMും BJPയും അതിനേക്കാൾ കുറവാണെങ്കിൽ അവർക്ക് ഒരുമിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് UDFന് അധികാരത്തിൽ വരാം. ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് വോട്ടെടുപ്പിന് ശേഷമുള്ള ചിത്രം പരിശോധിക്കുമ്പോഴും UDFന് 2000-ന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അടിത്തട്ടിൽ നിന്നുള്ള, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.